റിപ്പോർട്ടർ ചാനൽ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം 5 ലക്ഷം. ഈ ലിസ്റ്റിൽ ചില കുട്ടികൾ ഈ കുടുക്കയും കൊണ്ടുവന്ന് തന്നതുണ്ട്, അത് പെട്ടിട്ടില്ല. അത് എണ്ണാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പറയാത്തത്. ദുരന്തത്തിൽ നിന്നും വയനാടിനെ കൈപിടിച്ചുയർത്താൻ സന്നദ്ധരായി കേരളമാകെ ഒത്തുചേരുന്നൊരു കാഴ്ചയാണ്, അഭിമാനകരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഉദ്യമത്തിൽ ഏറ്റവും താല്പര്യത്തോടെയാണ് വയോജനങ്ങളടക്കം പങ്കുചേരുന്നത്. സ്വമേധയാ മുന്നോട്ട് വന്ന് സംഭാവന നൽകിയ പെൻഷൻകാർ അനേകമാണ്. സർവീസിൽ നിന്ന് വിരമിച്ച എല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധം സഹായം നൽകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ലഭിക്കുന്ന പെൻഷനിൽ നിന്നും ഒരു തുക ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനും ആ നാടിൻ്റെ പുനർനിർമ്മാണത്തിനുമായി മാറ്റിവെക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചവരാണ് നിങ്ങൾ. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലെല്ലാം നാടിനൊപ്പം നിന്നവരുമാണ്. ഈ ഘട്ടത്തിലും നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ വ്യക്തികളും സംഘടനകളും സംഭാവന നൽകിയിട്ടുണ്ട്. SNJ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 1 കോടി രൂപ, കേരള ശാസ്ത്ര പരിഷത്ത് 50 ലക്ഷം രൂപ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് 50 ലക്ഷം രൂപ, KGMOA അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ആദ്യ ഗഡു 25 ലക്ഷം രൂപ, മലങ്കര മാർത്തോമ സുറിയാനി സഭ ആദ്യഘട്ടത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ, തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 10 ലക്ഷം, തമിഴ്നാട് സംസ്ഥാന കൗൺസിൽ 10 ലക്ഷം, ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ 10 ലക്ഷം, കേരള സംസ്ഥാന ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ ക്രിസ്ത്യൻ കൺവേഴ്സ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ റെക്കമെൻഡഡ് കമ്മ്യൂണിറ്റീസ് 10 ലക്ഷം, നേമം ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റി 10 ലക്ഷം, കൈരളി സമാജം ഹൊസൂർ കൃഷ്ണഗിരി തമിഴ്നാട് 10 ലക്ഷം, ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് 10 ലക്ഷം, മൂലൻസ് ഗ്രൂപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി 10 ലക്ഷം, റിപ്പോർട്ടർ ചാനൽ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം 5 ലക്ഷം, ഡോക്ടർ KT ജലീൽ MLAയും കുടുംബവും 5 ലക്ഷം, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് 5 ലക്ഷം, കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം, കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് 5 ലക്ഷം, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം, മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ 5 ലക്ഷം രൂപ, യോഗ അസോസിയേഷൻ ഓഫ് കേരള 3 ലക്ഷം, യോഗക്കാർ വരെ സംഭാവന നൽകിയിട്ടുണ്ട്. ഗൗരീശപട്ടം റെസിഡൻസ് അസോസിയേഷൻ 2,37,500 രൂപ, ഞെക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലമ്പലം 2,14,365 രൂപ, തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലെ കുടുംബാംഗങ്ങൾ വ്യക്തിപരമായി നൽകിയ സംഭാവനകൾക്ക് പുറമെ 2,17,001 രൂപ, അമ്പെയ്ത്ത് താരം ദശരഥ് രാജഗോപാൽ നാഷണൽ ഗെയിംസിൽ മെഡൽ നേടിയവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷിക തുകയായ 2 ലക്ഷം രൂപ, കേരള PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി 2 ലക്ഷം രൂപ, ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ 1.42 ലക്ഷം രൂപ, 1,42,000 രൂപ കൈമാറി. അവിടുത്തെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ഒരു ദിവസത്തെ ശമ്പളം കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗായകൻ MG ശ്രീകുമാർ 1 ലക്ഷം രൂപ, IMG ഡയറക്ടർ K ജയകുമാർ 1 ലക്ഷം രൂപ, കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം കോയ 1 ലക്ഷം രൂപ, KCB KSFE ജൂനിയർ അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡേഴ്സ് 1,28,763 രൂപ.
കേരള സ്റ്റേറ്റ് നാഷണൽ ആയുഷ് മിഷൻ എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ 2 ലക്ഷം രൂപ. പൂജപ്പുര ഉണ്ണി നഗർ റെസിഡൻസ് അസോസിയേഷൻ 1,75,000 രൂപ. രാജാ രവിവർമ്മ സെൻട്രൽ സ്കൂൾ 1,11,111 രൂപ. ഈ ലിസ്റ്റിൽ ചില കുട്ടികൾ ഈ കുടുക്കയും കൊണ്ടുവന്ന് തന്നതുണ്ട്, അത് പെട്ടിട്ടില്ല. അത് എണ്ണാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് പറയാത്തത്. പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചു, അതും ഇതിനകത്ത് കാണുന്നില്ല. എൻ്റെ അടുത്ത് വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അവൾ ഡാൻസ് നടത്തിയിട്ട് ഇതിനു വേണ്ടി ഡാൻസ് നടത്തിയാണ്, ഇതിനു വേണ്ടി ഒരു പരിപാടി നടത്തി. അതിലൂടെ 15,000 രൂപ സമ്പാദിച്ചു. കുട്ടിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ 15,000 രൂപ ഇന്ന് ഓഫീസിൽ വന്നിട്ട് തന്നിട്ടുണ്ട്. ആ കുട്ടിയും കാഴ്ച പരിമിതിയുള്ള അച്ഛനുമാണ് വന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിന് പുറത്തുള്ളവരടക്കം നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കുകയാണ്.